ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെയും വീണ്ടെടുപ്പിൻ്റെയും ആഴം മനസ്സിലാക്കുന്നത് കുരിശിലാണ്. കുരിശിലൂടെ തെളിഞ്ഞ തിരുമുറിവുകളിലൂടെയാണ്. എന്തിനാണ് പ്രിയപ്പെട്ട തോമസ് എന്ന് പറയുന്ന ശിഷ്യൻ പോലും മുറിവുകൾ കണ്ടേ ഞാൻ വിശ്വസിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു? മുറിവുകൾക്ക് ഇത്രയധികം ആഴമുണ്ട്. ഒരുപക്ഷെ ശിഷ്യന്മാരെല്ലാം തന്നെ യഥാർത്ഥത്തിൽ ക്രിസ്തുവിനെ വിശ്വസിച്ചത് ഈ മുറിവുകൾ കണ്ടിട്ടല്ലേ? ഓടിപ്പോയവരും മാറി നിന്നവരും എല്ലാം ചേർത്ത് നിർത്തിയത്, ക്രിസ്തുവിൻ്റെ കൂടെ നിന്നത് ഈ മുറിവുകൾ കണ്ടിട്ടല്ലേ? എന്താണ് ഈ മുറിവിൻ്റെ പ്രത്യേകത? മുറിവുകൾക്ക് എന്തെങ്കിലും ആഴമുണ്ടോ? എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? ഒന്ന്, എല്ലാ മുറിവുകളും സ്നേഹത്തിൻ്റെ പ്രതിഫലനങ്ങളാണ്. സ്നേഹത്തിൻ്റെ അളവുകോൽ മുറിവുകളാണ്. സ്നേഹം അളക്കുന്ന മാനദണ്ഡം മുറിവുകളാണ്. സ്നേഹത്തിൻ്റെ പ്രതിഫലനമാണ് ഓരോ മുറിവുകളും. സ്നേഹം സാഹസികതകൾക്ക് വഴിമാറുമ്പോഴാണ് മുറിവുകൾ ഉണ്ടാകുന്നത്. സക്കറിയ പ്രവാചകൻ 13-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യത്തിലൂടെ നമ്മെ ഉദ്ബോധിപ്പിക്കുന്നത്, നമ്മെ പഠിപ്പിക്കുന്നത്, നിന്റെ കയ്യിൽ കാണുന്ന മുറിവുകൾ എന്ത് എന്ന് ചോദിച്ചേന് അവൻ എന്നെ സ്നേഹിക്കുന്നവരുടെ വീട്ടിൽ വെച്ച് ഞാൻ അടികൊണ്ടതാകുന്നു എന്ന് പറഞ്ഞുവെന്ന് കാണുന്നു. ഓരോ സ്നേഹത്തിനും മുറിവുകളില്ലെങ്കിൽ അതിന് മറ്റൊരു തെളിവുകൾ ബാക്കി വെക്കുന്നില്ല. മുറിവുകളാണ് എല്ലാ സ്നേഹത്തിൻ്റെയും പ്രതിഫലനം. മുറിവുകളേക്കാൾ വലിയൊരു തെളിവ് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്നതിന് പകരമില്ല. സ്നേഹം അതിൻ്റെ പാരമ്യത്തിലെത്തുമ്പോൾ പലപ്പോഴും സാഹസികതകൾക്ക് വഴിമാറുന്നു. ആ സാഹസികതകൾ പലപ്പോഴും മുറിവുകൾക്ക് വഴിതെളിക്കുന്നുമുണ്ട്. ഒരു കൊച്ചു കുളത്തിൽ പോലും ഇറങ്ങാത്ത അമ്മ സ്വന്തം കുഞ്ഞ് കിണറ്റിൽ വീഴുമ്പോൾ കൂടെ ചാടുന്നത് ആ സ്നേഹത്തിൻ്റെ പാരമ്യത്തിലാണ്. അതെ, അമ്മയ്ക്കും അറിയാം മുറിവുകളേക്കാൾ വലിയ സ്നേഹത്തിൻ്റെ പ്രതിഫലനം മറ്റൊന്നില്ല എന്നുള്ളത്. രണ്ടാമത്, മുറിവുകൾ വിശ്വാസം വർദ്ധിപ്പിക്കുന്നു എന്നുള്ളതാണ്. എല്ലാ സ്നേഹവും നമുക്ക് വിശ്വസ്തയുടെ തലത്തിലെത്തുന്നത് മുറിവുകളിലൂടെയാണ്. തോമസിന്റെ വിശ്വാസം ആഴപ്പെട്ടത് ഈ മുറിവുകൾ കണ്ടപ്പോഴാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53:5 നമ്മൾ വായിക്കുന്നു, അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റു, നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നു വിരിക്കുന്നു. അപ്പോൾ നമ്മോടുള്ള മുറിവുകൾ, നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി സഹിക്കുന്ന മുറിവുകൾ, അത് നാം അവരോടുള്ള വിശ്വാസത്തിൻ്റെ പ്രതിഫലനം കൂടിയാണ്. സ്നേഹത്തിൻ്റെ മാത്രമല്ല, വിശ്വാസത്തിൻ്റെ. സ്നേഹിക്കുന്നവർക്ക് വേണ്ടി മുറിവേൽക്കാനായിട്ടുള്ള ഒരു വിളിയാണ് ക്രിസ്തീയത, ക്രിസ്തുമതം എന്ന് പറയുന്നത്. ജോൺ മെനിയന്റെ പരദേശി മോക്ഷയാത്ര എന്നുള്ള പുസ്തകം നിങ്ങൾ വായിച്ചിരിക്കും. വിശുദ്ധ വേദപുസ്തകം കഴിഞ്ഞാൽ ഏറ്റവും അധികം വിറ്റഴിക്കപ്പെട്ട ഒരു പുസ്തകമാണ് പരദേശി മോക്ഷയാത്ര. അതിൻ്റെ സംക്ഷിപ്തമായ ആശയം എന്ന് പറയുന്നത്, ഈ യാത്രക്കാരൻ ഇങ്ങനെ യാത്ര ചെയ്യുന്നുണ്ട്, ഈ പരദേശി യാത്ര ചെയ്യുന്ന മനുഷ്യൻ അവസാനം 2 ഭാണ്ഡക്കെട്ടുകളുമായി യാത്ര ചെയ്യുമ്പോൾ ഈ ഭാരം ഇറക്കി വെക്കുന്നത് അവസാനം ഈ കുരിശിന്റെ മുമ്പിലാണ്. കുരിശിൽ കിടക്കുന്ന ക്രിസ്തുവിന്റെ മുറിവുകൾ കണ്ടതിന് ശേഷമാണ് ഇങ്ങനെ പറയുന്ന, വലിയ ഭാരം ഇറക്കി വെച്ചുകൊണ്ട് പറയുന്നത്, ഈ ക്രിസ്തുവിന്റെ മുറിവുകളോട് ചേർത്ത് വെക്കുമ്പോൾ എൻ്റെ ഭാരം ഇല്ലാതെയായിത്തീരുന്നു. പ്രിയമുള്ളവരെ, മുറിവുകളാണ് നമ്മുടെ ഭാരം ലഘൂകരിക്കുന്നത്. മുറിവുകളാണ് വിശ്വാസം വർദ്ധിപ്പിക്കുന്നത്. മുറിവുകളാണ് സ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രതിഫലനവും. അതുകൊണ്ട് മുറിവേൽക്കാനായിട്ടുള്ള ഓരോ വിളിയും, മുറിപ്പെടുത്താനായിട്ടുള്ള ഓരോ വിളിയും അതിന് ആഴമുണ്ട്, അർത്ഥമുണ്ട് എന്ന് മനസ്സിലാക്കുക. ദൈവം അനുഗ്രഹിക്കട്ടെ.